പാർട്ടി തന്നെ നിയോഗിച്ചതിൽ വളരെ സന്തോഷമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 3-4 സ്ഥാനാർത്ഥികളുടെ പേര് ഉയർന്നു വന്നു. അതിൽ കേന്ദ്ര കമ്മിറ്റി തന്നെ സ്ഥാനാർത്ഥിയാക്കി. വിജയ സാധ്യത തന്നെയാണ് മാനദണ്ഡമാക്കിയത്. എലത്തൂരിലും കുട്ടനാട്ടിലും NCP വിജയിക്കും. മലപ്പുറത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ മത്സരിക്കും. അദ്ദേഹം മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ വലിയ എതിർപ്പൊക്കെ വന്നിരുന്നു അങ്ങയുടെ പേര് ഉയർന്നു വന്ന സമയത്ത്. പക്ഷെ അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അങ്ങ് തന്നെ എലത്തൂരിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. പാർട്ടി അപ്രകാരം തീരുമാനിച്ചതിൽ എനിക്ക് പാർട്ടിയോട് അങ്ങേയറ്റം കടപ്പാടും നന്ദിയുമാണ് ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എലത്തൂരിൽ ഒന്നിലധികം സ്ഥാനാർത്ഥിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ആണ് ഞങ്ങളത് കേന്ദ്ര നേതൃത്വത്തിന് വിട്ടുകൊടുക്കുക. അവർ ഈ പേരുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഇറക്കിയ ഉത്തരവിലൂടെ കുട്ടനാട്ടിൽ തോമസ് കെ തോമസും എലത്തൂരിൽ ഞാനും മലപ്പുറത്ത് മുജീബും മത്സരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ അറിയിപ്പ് അവർ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ഒരു അറിയിപ്പ് ചെയ്യേണ്ട കാര്യം അത്രയും കൃത്യമായാണ് കേന്ദ്ര നേതൃത്വം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയായാലും ഏത് പാർട്ടിയായാലും അന്തിമ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ആ നേതൃത്വത്തിന് തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കും. എല്ലാവരുടെയും സഹായവും പിന്തുണയും വേണമെന്ന് ഞാൻ വിനീതമായി മീഡിയ വണ്ണിലൂടെ അഭ്യർത്ഥിക്കാം. ഈ വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. തീർച്ചയായും ഞങ്ങൾ മുന്നണിയുടെ ലക്ഷ്യം 3-ാം ഊഴമാണ്. ആ 3-ാം ഊഴത്തിലേക്ക് എത്തിക്കാൻ LDFിലെ എല്ലാ പാർട്ടിയും എടുത്ത നിലപാട് മറ്റ് മാനദണ്ഡങ്ങളൊക്കെ മാറ്റിവെച്ച് ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകി ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സാധ്യത അത് നോക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നിർത്തുന്നതിന് വേണ്ടി പല ഇളവുകളും വ്യവസ്ഥകളും മാറ്റം വരുത്തി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് വിജയം ഉറപ്പിക്കാനാണ്. ആ പരിഗണനയായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാകുക. ഈ മറ്റുള്ളവരും വിജയിക്കും, 3-ാടത്തും വിജയിക്കും. NCP 2-ടത്ത് വിജയിക്കും. മലപ്പുറത്ത് വിജയസാധ്യത ഞാൻ അങ്ങനെ അവകാശപ്പെടില്ല. എന്നാലും അതൊരു നല്ല പോരാട്ടമായിരിക്കും അവിടെ നടക്കുക. താങ്ക്സ് സർ. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം RB സനു, മീഡിയ വൺ.